സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിദയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളെന്നും. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ ഒരു ഭാഗവതാഞ്ജലി നടത്തുവാൻ മധുച്ചേട്ടന്റെ ക്ഷണപ്രകാരം ഇവിടെ എത്തുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് എൻ്റെ ജന്മാന്തര സുഹൃതം ആയി ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്ക് എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആധ്യാത്മിക പ്രഭാഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡാൻസോ അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ വെക്കുകയാണെങ്കിൽ ശ്രവിക്കാനും കാണാനും ഒക്കെ ആളുകൾ നിറയെ വന്നുകൂടും. കലികാലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനെ വളർത്തുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ആത്മാവിനെയും കൂടി ഇച്ചിരി ആത്മീക ചൈതന്യം പകരുവാൻ വേണ്ടിയാണ് പുരാതന ഋഷീശ്വരന്മാരാൽ രചിതമായ വേദങ്ങൾ, വേദാന്തങ്ങൾ എല്ലാം നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ ഇന്ന് ഭഗവാന്റെ ആറാട്ട് ദിവസമാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ക്ഷേത്രം എന്താണ്? ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ഉത്സവം എന്താണ്? ആറാട്ട് എന്താണ്? നമ്മളെല്ലാം വന്ന് തൊഴുതു പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം തത്വങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആത്മീയതയിലോട്ട് നമ്മളെ കൈപിടിച്ചുയർത്തുവാൻ ഉള്ള ഒരു മാർഗമായി ഈ ആത്മീയ പ്രഭാഷണത്തെ സ്വീകരിക്കണം. അന്നദാനം 1 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. അതിനു മുമ്പേ തന്നെ പ്രഭാഷണവും എല്ലാം സമർപ്പിക്കും. എന്തെങ്കിലും ആ ആത്മീയതയിലോട്ട് കടക്കുവാൻ നമുക്ക് ആദ്യമേ നോക്കാം. എന്താണ് ക്ഷേത്രം? ക്ഷേത്രം എന്നാൽ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രഃ. ക്ഷയങ്ങളിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യിക്കുന്നതെന്തോ അതാണ് ക്ഷേത്രം. എന്തായിരിക്കാം ക്ഷയങ്ങൾ? നമുക്ക് പല വിധത്തിലുള്ള ക്ഷയങ്ങൾ ഉണ്ട്. എന്തൊക്കെയായിരിക്കാം? സാമ്പത്തികമായുള്ള ക്ഷയങ്ങളുണ്ട്, ഇല്ലേ? ഭൗതികമായിട്ടുള്ള ക്ഷയങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ള ക്ഷയങ്ങളുണ്ട്, വിദ്യാ സംബന്ധമായിട്ടുള്ള ക്ഷയങ്ങളുണ്ട്. ഇങ്ങനെ പല 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 ക്ഷയങ്ങൾ നമ്മളിൽ ഉണ്ട്. അങ്ങനെയുള്ള ക്ഷയങ്ങളിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യിക്കുക എന്നതാണ് ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറുകര ജ്ഞാനേശ്വര ക്ഷേത്രത്തിൽ നമ്മളിരിക്കുമ്പോൾ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ യോഗാവസ്ഥയിലിരിക്കുന്ന
ഒരു മനുഷ്യ ശരീരത്തിൻ്റെ രൂപത്തിലാണ് ക്ഷേത്രത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളച്ചൈവ ബാഹുച്ചൈവാർത്ഥമണ്ഡപം മഹാമണ്ഡപം കുഷ്യസാൽ പ്രാകാരം ജാന് ജംഗയോഗാൽ ഗോപുരം ദേവപാതാൽ ഇതി ക്ഷേത്ര. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ദേവന്റെ ശരീരമാണ് ക്ഷേത്ര സങ്കല്പമായി നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ക്ഷേത്രമാണ്, ശരീരമാണ് ഈ ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രം എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ ഉണർത്തുവാൻ ആണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോയി അവിടുത്തെ ചൈതന്യം നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ചു നിന്റെ നെറ്റിയിൽ തൊട്ട്. അയ്യപ്പ ഗാനം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ക്ഷേത്രത്തിൽ പോയി നമ്മൾ ആ ആചാര്യൻ്റെ പൂജാരിയുടെ പ്രസാദം വാങ്ങുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന തത്വം എന്താണ്? നമ്മുടെ ഉള്ളിലെ ആ ദീപത്തെ തെളിയിക്കണം, അതിനെ ഉയർത്തി നിൻ പ്രസാദം ചാലിച്ച് നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് നിൻ പ്രസാദം ചാലിച്ചു നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മക്കുറിയാൽ അഭിഷേകം പറയുന്നില്ലേ പാട്ടിൽ. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗർഭഗൃഹ ശിരോപ്രോക്തം. ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലാണ് ഭഗവാന്റെ തല. അവിടെ പറയുന്നു ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥാ. അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ പ്രതിഷ്ഠയാണ് ആ ക്ഷേത്രത്തിന്റെ മുഖം. ആ ഗർഭഗൃഹത്തിനുള്ളിലുണ്ടിരിക്കുന്ന പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹമാണ് ആ ക്ഷേത്രത്തിന്റെ മുഖം. ആ ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന പടിക്കെട്ടുകളുണ്ട്. സുഖാസനം ഗളച്ചൈവ. അവിടുന്ന് ഇറങ്ങി വരുന്ന പടിക്കെട്ടുകളാണ് ഭഗവാന്റെ കഴുത്താണ്. അതിന് അടുത്ത് വരുന്ന മണ്ഡപം അത് നമ്മുടെ നാഭീസ്ഥലങ്ങളാണ്. അവിടുന്ന് ക്ഷേത്രത്തിന് വെളിയിലോട്ട് വരുമ്പോഴുള്ള ഗോപുരം പ്രാകാരം ജാന് ജംഗയോഗാൽ കൈകാലുകളും കണങ്കാലും മുട്ടുകാലുകളും. അവിടെ നിന്നും ക്ഷേത്രത്തിന് നമ്മൾ ചുറ്റുമതിൽ പണിതു വെച്ചിരിക്കുന്നു. ഗോപുരം ഗോപുരം ദേവപാതാൽ. ദേവന്റെ പാദമാണ് ഗോപുരം. ആ ഗോപുരം ഭഗവാന്റെ കാൽ പാദമായിട്ടാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിന് മുൻപില് ഒരു കൊടിമരം സൃഷ്ടിച്ചിരിക്കുന്നു, ഒരു കൊടിമരം പണിതിരിക്കുന്നു. എന്താണ് കൊടിമരം? ഭഗവാന്റെ നട്ടെല്ലാണ് കൊടിമരം. ആ കൊടിമരത്തില് ഉത്സവം തുടങ്ങുമ്പോൾ ആ കൊടിക്കൂറ മുകളിലോട്ട് കയറ്റുകയാണ്. നമ്മുടെ ഈ ശരീരം, ഈ ശരീരത്തിന് നട്ടെല്ലുണ്ടല്ലോ, ആ നട്ടെല്ലാണ് ഈ ഭഗവാന്റെ നട്ടെല്ല്. ഇവിടെ ഗോപുരവും നമുക്കുമെല്ലാം നട്ടെല്ല്. ആ നട്ടെല്ലിന് ഇടവും വലവും ഇട പിങ്കള എന്ന രണ്ട് നാഡീവ്യൂഹങ്ങളുണ്ട്. ആ നട്ടെല്ലിന് മധ്യേ സുഷുമ്ന നാഡീവ്യൂഹം പോകുന്നു. അതിന് കീഴെ കുണ്ടലിനി പവർ, കുണ്ടലിനി ശക്തി. അങ്ങനെ ഒരു സർപ്പം മൂന്നായി ചുറ്റി പത്തി താഴ്ത്ത് ഉറങ്ങുന്ന ആ സങ്കല്പത്തിൽ ആ കുണ്ടലിനി പവർ ഉറങ്ങിക്കിടക്കുന്നു. ആ കുണ്ടലിനി പവറിനെയാണ് നമ്മൾ കൊടിക്കൂറ കെട്ടി ആ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം ആജ്ഞാചക്രം സഹസ്രാര പത്മം ആ പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആ കുണ്ടലിനി ശക്തിയെ ഉയർത്തി ആ കുണ്ടലിനി ശക്തിയെ സഹസ്രാര പത്മത്തിലോട്ട് ഉയർത്തുകയാണ്. കൊടി കയറി ഭഗവാന്റെ കൊടി കയറി നിൽക്കുന്നു, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ സനാതനികളായ നമ്മൾക്ക് ക്ഷേത്ര വിശ്വാസവും നമ്മുടെ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര സങ്കല്പങ്ങളും നമ്മുടെ വേദങ്ങളും വേദാന്തങ്ങളെ പറ്റിയൊക്കെ ഇന്ന് അറിവ് വളരെ കുറവാണ്. നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്രത്തിലെ ഭഗവാനെ കണ്ടു തൊഴുന്നു, വഴിപാടുകൾ സമർപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ കലികാലം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. ദ്വാപരയുഗം അവസാനിക്കുമ്പോൾ
ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദ്വാരകയ്ക്കടുത്തുള്ള സോമനാഥ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കരയില് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഭഗവാന്റെ സന്തത ചരാചരിയായ കൂട്ടുകാരനായ മന്ത്രിയായ ഉദ്ധവർ ചോദിക്കുന്നു, ഭഗവാനെ, ഈ ദ്വാപര യുഗത്തില് ഇവിടെ ധർമ്മങ്ങളെല്ലാം അങ്ങയുടെ ഈ ശരീരത്തെയാണ് ആശ്രയിച്ചിരുന്നത്, ഇവിടെ ധർമ്മം നിലനിന്നിരുന്നത്. അങ്ങ് ഇവിടുന്ന് ഈ ശരീരത്തെ ഉപേക്ഷിച്ചു പോകുമ്പോൾ, കലി ബാധിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ധർമ്മം ആരാണ് കാത്തു സംരക്ഷിച്ചു തരുന്നത് ഭഗവാനെ എന്ന് ഉദ്ധവർ ചോദിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നു, ഉദ്ധവരെ, കലികാലത്തില് ഞാൻ വാങ്മയ സ്വരൂപത്തില് ഭാഗവതമായി വരും. ഏതസ്മാദപരം കിഞ്ചിന്മന ശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേ. ജന്മജന്മാന്തരമായ പുണ്യങ്ങൾ ചെയ്തവർക്കും മാത്രമേ ആ ഭാഗവതാമൃതത്തെ നുകരുവാൻ സാധിക്കൂ. അതാണല്ലോ ബ്രാഹ്മണ ശാപമേൽക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് മോക്ഷം നേടുവാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ഗംഗയുടെ തീരത്ത് സർവസംഘ പരിത്യാഗിയായിട്ട് സർവവും ഉപേക്ഷിച്ച് അവിടെ അന്നശനം ദീക്ഷിച്ചു എന്ന് ഭാഗവതം പറയുന്നു. എന്താണ്? എല്ലാം സർവസംഘ പരിത്യാഗിയായി പുത്രമിത്രാദി കളത്രാദി ബന്ധങ്ങളെ എല്ലാം വേർപെട്ടിട്ട് എനിക്കുണ്ടായ ഈ ശാപത്തിൽ നിന്നും ഞാൻ എങ്ങനെ മോക്ഷം നേടണം എന്നറിയാതെ അവിടെ ഇരിക്കുമ്പോഴാണ് ശുഗബ്രഹ്മർഷി ഗംഗയുടെ തീരത്ത് വരുന്നതും ശുഗബ്രഹ്മർഷി പറയുന്നത്, പരീക്ഷിത്ത് മഹാരാജാവേ, അങ്ങക്ക് ഈ ശാപത്തിൽ നിന്നും മോക്ഷം നേടാൻ ഞാൻ ആ ഭാഗവതാമൃതം പകർന്നു തരാം. അങ്ങനെ 7 ദിവസം കൊണ്ട് ഭാഗവതാമൃതം പകർന്നു കൊടുക്കുമ്പോഴാണ് പരീക്ഷിത്ത് മോക്ഷപ്രാപ്തനാകുന്നത്. ഇത് കഥയുടെ രൂപത്തിൽ നമ്മളിലോട്ട് എത്തിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പരീക്ഷിത്തുമാരല്ലേ, ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട്? 7 ദിവസം പരീക്ഷിത്ത് മഹാരാജാവിന് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസം കൺഫേം. നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പറയില്ലേ, എന്റെ ടിക്കറ്റ് കൺഫേം ആണ്, എനിക്ക് സീറ്റ് ഉറപ്പാണ്. പക്ഷേ നമ്മളാകുന്ന പരീക്ഷിത്തുമാർക്ക് എവിടെയാണ് കൺഫേം? പരീക്ഷത്തിനറിയാം, ഇന്നേക്ക് 7-ാം ദിവസം എനിക്ക് തക്ഷകൻ പാമ്പിന്റെ ദർശനമേറ്റ് എനിക്ക് മരണം സംഭവിക്കും. മരണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയില്, അർജുനൻ ചോദിക്കുമ്പോൾ പറയുന്നു, അർജുന, ഈ നിൽക്കുന്നവരാരും മരിക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. അവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കേണ്ട, അർജുന, ഈ ആത്മാവ് ഒരിക്കലും നശിക്കപ്പെടുന്നില്ല, ഈ ശരീരം മാത്രമേ പോകുന്നുള്ളൂ. നമ്മൾ പുതിയ വസ്ത്രങ്ങൾ എടുത്തിട്ട് പഴയ വസ്ത്രത്തെ ഉപേക്ഷിക്കുന്നത് പോലെ മാത്രമേ ഈ ആത്മാവിന് ഈ ശരീരമുള്ളൂ. പുതിയ വസ്ത്രം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പഴയ വസ്ത്രങ്ങൾ കളയുന്നില്ലേ? അത്രയും മാത്രമേ ഉള്ളൂ ഈ ആത്മാവിന് ഈ ശരീരം. എന്ന് ഈ ആത്മാവ് ഈ ശരീരം വിടുന്നോ, അടുത്ത നമ്മുടെ കർമ്മത്തിന് അധിഷ്ഠിതമായി അടുത്ത ജന്മത്തെ, അടുത്ത ശരീരത്തെ അത് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭാഗവതത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസം സമയമുണ്ട് എങ്കിൽ നമ്മളാകുന്ന പരീക്ഷിത്തുമാർക്ക് എത്ര ദിവസമുണ്ട്? നമുക്ക് പോയതാ ഓം നമഃ ശിവായ. അപ്പോൾ നമ്മളാകുന്ന പരീക്ഷിത്തുമാർക്ക് കൺഫേം ആണോ എന്ന് പോകുമെന്നുള്ളത്?
എല്ലാ പരീക്ഷത്തിന് അവിടെ 7 ദിവസമുണ്ടെങ്കിൽ ആ 7 ദിവസത്തിന്റെ ഗുണിതങ്ങളാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. 7 × 7. ഒരാഴ്ചയിൽ 7 ദിവസം മാത്രമേ നമുക്കുള്ളൂ. ഞായറാഴ്ച തുടങ്ങിയാൽ ശനിയാഴ്ച അവസാനിച്ചു, ഇല്ല ഞായറാഴ്ച തുടങ്ങിയാൽ അടുത്ത ശനിയാഴ്ച ഒരാഴ്ച കഴിഞ്ഞു. അങ്ങനെ ഓരോ ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ 7 ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ആ 7 ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഏതെങ്കിലും ഒരു ഗുണിതത്തിൽ പോയിട്ട് നമ്മുടെ ജീവനും പരീക്ഷത്തിന്റെ കൂട്ട് തന്നെ നമ്മളും പോയി ചേരും, അല്ലേ? അപ്പോൾ ഇവിടെ ഭാഗവതാമൃതം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളാകുന്ന സനാതന വിശ്വാസികൾക്ക് മറ്റ് സെമറ്റിക് റിലീജിയൻസിലുള്ള ആളുകളുമായിട്ട് നമ്മുടെ വ്യത്യാസം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മതപാഠങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. അവരെ ബോധിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്. അവരെ ഇതുകൂട്ടോ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാൻ എന്ന് വിചാരിച്ചാൽ അവരുടെ കുടുംബം, എല്ലാ സകുടുംബം ഒന്നായി, ആ ബാലവൃദ്ധ ജനങ്ങൾ എല്ലാവരും ഒന്നായി അവിടെ പോയിരുന്ന് അവർക്ക് ആ പറഞ്ഞു കൊടുക്കുന്ന ആധ്യാത്മിക വഴിയിലോട്ട് അവരെ നയിക്കാൻ അവരുടെ അച്ഛനും അമ്മയും അമ്മുമ്മയുമാരാകുന്ന എല്ലാവരും എന്തു ചെയ്യും? അവരെ പ്രോത്സാഹിപ്പിക്കും. ഇവിടെ നമ്മുടെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു കാലവും ഒരു കാര്യത്തിലും ഒന്നിനും നമ്മളെ ആരും നിർബന്ധിക്കത്തില്ല. ഭഗവാന്റെ ക്ഷേത്രം ഇവിടെയുണ്ട്. വെളുപ്പിനെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ പൂജാരി എവിടെ വരും? നിർമാല്യം നടത്തും. പറഞ്ഞല്ലോ, ഒരു മനുഷ്യ ശരീരമാണ് ഭഗവാനായി അവിടെ ആചരിക്കും. നമ്മൾ രാവിലെ എണ്ണിട്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നോ ഈ ശരീരത്തിന് വേണ്ടി, അത് തന്നെയാണ് അവിടെയും നടക്കുന്നത്. അത് രാവിലെ പൂജാരി വരുന്നു, തലേ ദിവസത്തെ മാലിന്യങ്ങളെ നീക്കി നിർമാല്യം ചെയ്യുന്നു. നിർമാല്യം നീക്കി അതിനെ ശുദ്ധമാക്കി കുളിപ്പിച്ച് ഒരുക്കി അതിന് നേദ്യം കൊടുത്ത് അങ്ങനെ ഉണർത്തുന്നു ഭഗവാനെ. അങ്ങനെ ഭഗവാന്റെ ചടങ്ങുകളെല്ലാം സമയങ്ങളിൽ നമ്മുടെ ക്ഷേത്രാചാര്യൻ അവിടെ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ക്ഷേത്രാചാര്യൻ പറയുന്നില്ല നിങ്ങൾ വന്നാലേ ഞാൻ ചെയ്യൂ, ആ സമയത്ത് വന്നാലേ ചെയ്യൂ. നോട്ട് എ കമ്പൽസറി. അതാണ് സനാതന ധർമ്മം. സർവ്വസ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. ഇഷ്ടമുള്ളവർ വരിക, ആരെയും നിർബന്ധിച്ച് ക്ഷേത്രത്തിലോട്ട് വിളിക്കത്തില്ല. വിളിച്ചു കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പക്ഷേ മറ്റുള്ള സെമറ്റിക് റിലീജിയനിൽ അങ്ങനല്ല. അവർ കമ്പൽസറി ആണ്. അവർക്ക് 3 വയസ്സ് തൊട്ട് മദ്രസ ക്ലാസ് തുടങ്ങിയാൽ, സൺഡേ ക്ലാസ്സിൽ പോയാൽ 1ാം ക്ലാസ്സിന് പാരലായിട്ട് തന്നെ +2 വരെ അവർക്ക് മതപാഠത്തിന്റെ എല്ലാ അവയർനെസ് ഉണ്ട്, ഇല്ലേ? അവരൊന്ന് വിവാഹം കഴിക്കണമെങ്കിൽ ഓരോരോ കർമ്മങ്ങൾ നമുക്ക് 16 ഷോഡശ സംസ്കാരമാണ് സനാതനികളായ നമുക്കുള്ളത്. അതിലെ എത്ര സംസ്കാരം നമുക്കറിയാം. അടിയന്തരങ്ങൾ കേട്ടിട്ടില്ലേ? അടിയന്തരം എന്താണ്? അടിയന്തരം നമ്മൾ ഒരേ ഒരു അടിയന്തരമേ നമുക്കറിയുള്ളൂ. ഏതാ? ലാസ്റ്റ് ചെയ്യുന്ന 16ാമത്തെ. പക്ഷേ ഒരു ശരീരം സൃഷ്ടിയാകുമ്പോൾ തൊട്ട് 1ാമത്തെ ഗർഭാധാനം, അമ്മയുടെ വയറ്റിലോട്ട് അച്ഛൻ്റെ ആ ബീജമേറ്റെടുക്കുന്ന അമ്മ ആ കുഞ്ഞിനെ ഗർഭത്തിലോട്ട് സ്വീകരിക്കുന്ന സമയം ഗർഭാധാനം 1ാമത്തെ അടിയന്തരമാണ്. ആ അമ്മ അത് കഴിഞ്ഞ് പുഞ്ചിലി അങ്ങനെ പല ഇത് പറയും. 16 സംസ്കാരവും പറയും. ആ അമ്മ വയറ്റിലെടുത്തതും അമ്മ വയറ്റിൽ വെച്ചതും അമ്മ വയറ്റിൽ നിന്നും പുറത്തോട്ട് ആ കുഞ്ഞിനെ കൊണ്ടുവന്നതും അതിനുശേഷം അതിന് നാമകരണം ചെയ്തതും അതിന് 28 കെട്ട് നടത്തിയതും അതിന് അന്നപ്രാശനം നടത്തിയതും ഊണ് കൊടുത്തതും, ഇല്ലേ? അങ്ങനെ ഓരോ അടിയന്തരങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമുക്ക് എത്ര പേർക്ക് ഇതിനെപ്പറ്റി ബോധ്യമുണ്ട്? അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, സനാതന വിശ്വാസികളായ നമ്മൾക്ക് വേണ്ട അവയർനെസ് ഇങ്ങനെയുള്ള ആധ്യാത്മിക വേദികളിൽ നിന്നും ഭഗവാൻ നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് ആരെങ്കിലും മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം എന്ന് ഭഗവാന്റെ ആ ശ്ലോകം ചൊല്ലുന്നത് എന്തോ? ഏതെങ്കിലും മൂകനായിട്ടുള്ള ഒരാള്, അന്ധനായിട്ടുള്ള ഒരാള്, കുരുടനായിട്ടുള്ള ഒരാള് ചിലപ്പോൾ ഭഗവാന്റെ നിയോഗമായിരിക്കാം. ഇവിടുത്തെ ഭഗവാന്റെ ചെറുകര ജ്ഞാനേശ്വര ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് ആ ഭഗവാന്റെ 2 നാമങ്ങൾ ചൊല്ലാൻ അന്ധനായ, കുരുടനായ, മൂകനായ ആരെങ്കിലും ഭഗവാൻ നിയോഗിക്കൂ. അത് ഈ ദേശത്തിൽ ഏതെങ്കിലും ഒരു ഗൃഹത്തില്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സില് എന്തെങ്കിലും ഒരു ആ ഭഗവാന്റെ ചൈതന്യത്തിന് ഉണർത്തുവാൻ എന്തെങ്കിലും ഒന്ന് ഈ വാക്കുകൾ കൊണ്ട് ഉപയോഗപ്രദം ആക്കിയാൽ അതാണ് ഏറ്റവും സന്തോഷം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ മുന്നിൽ ആളിരിക്കണമെന്നില്ല. ഇവിടെ സ്പീക്കറെല്ലാം എല്ലാ സ്ഥലങ്ങളിലും കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ ദേശങ്ങളിലും ദേശാന്തരങ്ങളിലിരിക്കുന്ന ധന്യാത്മാക്കൾക്ക് ശ്രവണം, കീർത്തനം,
വന്ദനം, പൂജനം, ദാസ്യം, പാദസേവനം, ഇങ്ങനെ 9 പ്രകാരമായിട്ട്, ആത്മസൗഖ്യം, ഇങ്ങനെ 9 പ്രകാരമായിട്ടാണ് ഭക്തിയുടെ ഭാവത്തെ പറയുന്നത്. ശ്രവണം എന്താണ്? ഇവിടെ ഞാൻ കീർത്തനമാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഭഗവത് നാമങ്ങൾ കീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ധന്യാത്മാക്കൾ ഇവിടെ മുമ്പിലിരുന്നാലും ദേശത്ത് എവിടെ എത്രയോ ദൂരെ ഇരുന്നാലും അവരുടെ എല്ലാം കാതുകളിലെ ആ പുണ്യനാമങ്ങൾ എത്തിച്ചേരുവാൻ, അതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ സനാതന ധർമ്മത്തില് നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാരായി ആദ്യകാലത്തെ തൊട്ട് നമ്മൾ ഈ മനുഷ്യ ശരീരം നമ്മൾ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് മാതൃകയാണ് ഈ ഭാഗവതാമൃതം, ഈ പുരാണങ്ങള്, വേദങ്ങള്, വേദാന്തങ്ങള് എല്ലാം നമ്മളെ ആ സന്മാർഗത്തിലൂടെ നമ്മളെ നയിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിന്റെ പിന്നിലുള്ളൂ. നല്ല കുഞ്ഞുങ്ങളാക്കി നല്ലവരായിട്ട് ഈ സമൂഹത്തിന് നന്മ ചെയ്യുവാൻ, ഈ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും നന്മയ്ക്കായി നല്ല സന്തതികളെ, അടുത്ത ജനറേഷൻ നമ്മൾ സൃഷ്ടിക്കുക, ഇതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് എത്ര പേർക്കറിയാം, നമുക്ക് ഒരു സനാതന വിശ്വാസി എന്ന് ഞാൻ പറയണമെങ്കിൽ, നമ്മൾ പറയണമെങ്കിൽ, നമുക്ക് അടിസ്ഥാനപരമായി ഞാൻ ഹിന്ദു എന്ന് പറയണമെങ്കിൽ, സനാതന വിശ്വാസി എന്ന് ഞാൻ പറയണമെങ്കിൽ, നമ്മൾ പറയണമെങ്കിൽ, നമുക്ക് അടിസ്ഥാനമായിട്ട് എന്തായിരിക്കണം? ഏറ്റവും കുറഞ്ഞ യോഗ്യത നമ്മുടെ കയ്യിൽ, കുറഞ്ഞ അവയർനെസ്, അറിവ് എന്തായിരിക്കണം? നമുക്ക് വേദങ്ങൾ തന്നിട്ടുണ്ട് ആചാര്യൻ, അല്ലേ? ആരാണ് വേദം സൃഷ്ടിച്ചത്? ഇവിടെ ആദിനാരായണനിൽ നിന്നും, ആദിനാരായണന്റെ ഭഗവാന്റെ ആദിനാരായണനിൽ നിന്നും സൃഷ്ടി വരുന്ന ബ്രഹ്മദേവന് ഭഗവാൻ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അതായത് ആദ്യം വേദത്തെയാണ് സൃഷ്ടിച്ചത്. ബ്രഹ്മാവ് സൃഷ്ടിച്ചു, ആദ്യം സനകാദി ഋഷീശ്വരന്മാരെ സൃഷ്ടിക്കുന്നു. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരാഖ്യൻ, ഇങ്ങനെ 4 ഋഷി മുനികുമാരന്മാരെ സൃഷ്ടിക്കുമ്പോൾ അവരെന്നും 5 വയസ്സ് പ്രായമുള്ള കുട്ടികളായിട്ട് ഇങ്ങനെ. അപ്പോൾ ആ 4 ഋഷീശ്വരന്മാർ 4 വേദത്തെ സൃഷ്ടിക്കുമ്പോൾ ആ 4 വേദത്തെയും ഓരോ അതിന്റെ തരമായി തിരിച്ച് കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന ഋഷീശ്വരൻ ആ വേദത്തെ വ്യസിച്ചപ്പോൾ അദ്ദേഹത്തിന് പേര് വന്നു. സത്യവതിയുടെയും മുക്കുവസ്ത്രീയായ സത്യവതിയുടെയും പരാശര ഋഷീശ്വര മഹർഷിക്കും ദ്വീപിൽ ജനിക്കുന്ന കുട്ടിയായ പരാശരൻ ഇല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനൻ എന്നു പേരുള്ള ആ കൃഷ്ണദ്വൈപായനൻ സനകാദികൾ സൃഷ്ടിച്ച വേദത്തെ 4 പകുത്തപ്പോൾ ആ ഋഷീശ്വരന് പേരെന്തു വന്നു? വേദത്തെ വ്യസിച്ച വേദവ്യാസൻ എന്ന പേര് വരുന്നു, അല്ലേ? അങ്ങനെ ഈ 4 വേദത്തെയും 4 തരംതിരിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളാണ് ഈ ലോകം മുഴുവൻ ഇന്ന്. ആ വേദങ്ങളിൽ നിന്നും വന്ന സത്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വേദത്തെ, ഋഗ്വേദം നമ്മളെ മന്ത്രങ്ങളുടെ മഹത്വം പഠിപ്പിച്ചു. മന്ത്രങ്ങളിൽ മാതാവായ ഗായത്രി മന്ത്രം, ഓം ഭൂർഭുവസ്വഃ തത്സവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരെയാണ് നമ്മൾ പൂജിക്കുന്നത്? സാക്ഷാൽ സർവസവിതാവായ ഈ പ്രപഞ്ചത്തെ, സർവസവിതാവായ ആ ഭഗവാൻ, ഭൂമി, ആകാശം, സ്വർഗം, ഇവിടെയെല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന സാക്ഷാൽ സൂര്യ ഭഗവാൻ. ആ സൂര്യ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്റെ ബുദ്ധിയും ശക്തിയും ഉണർത്തി എന്നെ കാത്തു രക്ഷിക്കണമേ. അതാണ് ഗായത്രി മന്ത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവർ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ഇവർ കണ്ടിട്ടേയില്ല. എന്താണെന്നറിയോ? സൂര്യൻ ഉദിക്കുന്നത് അതിരാവിലെ അല്ലെങ്കിൽ 6 മണി ആ സമയമാണ്. ഈ 6 മണിക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിദ്രയിലാണ്. അമ്മമാര് പറയുമോ കുഞ്ഞുങ്ങളെ 6 മണിക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം,
എന്നിട്ട് വെളിയിൽ പോയി നമ്മുടെ പ്രകൃതിയെ ഒന്ന് കാണണം. ആ ഭഗവാൻ ആ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടൊന്ന് തൊഴണം. ഈ ഗായത്രി മന്ത്രം ഒന്ന് ചൊല്ലണം. നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും അവിടെ ഉണരും. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി, അവർക്ക് ഓർമ്മ നിൽക്കുന്നതിൽ എന്താ കാര്യം? അവർക്ക് മനനാൽ ത്രാണതേ ഇത് മന്ത്ര. ആ മനനം ത്രാണനം ചെയ്യുമ്പോഴാണ് അവരുടെ ആ ബുദ്ധി പഠിക്കാനുള്ള ശക്തി ഉണർന്നു വരുന്നത്. അല്ലാതെ ഇന്നത്തെ ഭസ്മാസുരനായ മൊബൈലിനെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ വിരല് തൊടുമ്പോഴെല്ലാം ഭസ്മമായി പോകാൻ ശാപം വാങ്ങിയ ഭസ്മാസുരനെ, ഇപ്പൊ ഭസ്മാസുരനെയാണ് നമ്മൾ കൈ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കയ്യിൽ തോണ്ടിക്കൊണ്ടേയിരിക്കും, അവരുറങ്ങിക്കൊണ്ടേയിരിക്കും. അവരുടെ ബുദ്ധി അവിടെ ഉണരുന്നു. ആ മൊബൈലിന്റെ ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത്, ഇവരുടെ ബുദ്ധിയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി ഉണർത്തുവാൻ വീടുകളിൽ അമ്മമാർ, അമ്മുമ്മമാർ, വീട്ടിൽ സകുടുംബം സന്ധ്യാവേളകളിലും പ്രഭാതവേളകളിലും മധ്യാഹ്ന വേളകളിൽ സാധ്യമല്ല, കലിയുഗമാണ്. പ്രഭാതവേളകളിൽ കുഞ്ഞുങ്ങളെ ബ്രഹ്മമുഹൂർത്തത്തിൽ അവരെ ഉണർത്തി. നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം എത്രയോ മന്ത്രങ്ങൾ പറഞ്ഞു തരുന്നു, എങ്ങനെ ഉണരണം, ഉണർന്നാൽ ഉടനെ. എല്ലാം സയൻസാണ് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ഭഗവാൻ എന്നുള്ള ഒരു ഭയത്തെ നമുക്ക് കാട്ടിയിട്ട് നീ ഇത് ചെയ് എന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വരുന്നത്? എല്ലാം സയൻസാണ്. ഇവിടെ നമുക്കൊരു ഫിസിക്കൽ എക്സർസൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവരുന്നത്. രാവിലെ ഉണരൂ, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരൂ, മുങ്ങിക്കുളിക്കൂ. കുളിച്ചിട്ട് ആ ഈറനായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ആ ക്ഷേത്രത്തിൽ 7 പ്രദർശനം വെക്കുമ്പോൾ, ആ ആൽമരത്തിന് 7 പ്രദർശനം വെക്കുമ്പോൾ, ഇവിടെ മറ്റ് പോലീസ് ഫോഴ്സിലും മറ്റ് അങ്ങനെയുള്ള ഫോഴ്സുകളിലെ ആൾക്കാരെ രാവിലെ PT എക്സർസൈസ് ചെയ്യും, മോർണിംഗ് പരേഡ്. ആ മോർണിംഗ് പരേഡ് ചെയ്യിക്കാനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. രാവിലെ ഉണരൂ, കുളിക്കൂ, എന്നിട്ട് അങ്ങനെ 7 വലം വെക്കൂ, ആ മരത്തിന് പ്രദക്ഷിണം വെക്കൂ. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ ചെന്ന് അവിടെ പ്രദക്ഷിണം വെക്കൂ. അരമണിക്കൂർ PT കഴിയും. ആർക്കും BP വരില്ല. ഇപ്പൊ എല്ലാം ചേച്ചിമാർ എത്രയുണ്ട്? എത്ര പേര് ചേച്ചിമാരാ? കൊളസ്ട്രോൾ ചേച്ചി അല്ലേ? അപ്പം ഇവരാരും നമ്മളെ പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ PSC എക്സാമിനല്ലേ പോകുന്നത്. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, എല്ലാവരും PSC ടെസ്റ്റിന് പോയിക്കൊണ്ടേയിരിക്കും. എന്താ കാര്യം? ഫിസിക്കൽ എക്സർസൈസ് നമ്മുടെ കുറഞ്ഞു. ആ ഫിസിക്കൽ എക്സർസൈസ് കൂടെ ചെയ്ത് ആത്മീയതയിലൂടെ ചെന്ന് നമ്മുടെ ആത്മീയതയെ ഉയർത്തുക. അതാണ് ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങളോട് വീടുകളിൽ അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഇരുന്ന് അവരെ അതിരാവിലെ ഉണർത്തണം. ഉണർന്ന ഉടനെ എന്ത് ചെയ്യണ്ടേ? ഈ കുഞ്ഞിനോട് പറയാം, മക്കളെ, ഒരു കുഞ്ഞാണ് എന്റെ മുമ്പിൽ, ആ കുഞ്ഞിനോടാണ് ഞാൻ പറയാം, മക്കളെ ഇങ്ങോട്ട് നോക്കിക്കോ. രാവിലെ എണ്ണീറ്റ ഉടനെ അമ്മമാരെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, എണ്ണീറ്റ ഉടനെ നിങ്ങൾ എണ്ണീറ്റ് ഓടരുതേ, എണ്ണീറ്റ് ഒരു 3 നിമിഷം ഒന്ന് ഇരിക്കണം. എന്താണെന്നറിയോ? ഇതൊരു ശരീരമാണ്, നമ്മുടെ ശരീരം. ഇതിനകത്ത് പൾമനറി സിസ്റ്റം ഒക്കെയാണ് ഇവിടെ. നമ്മുടെ ഈ വണ്ടിയൊക്കെ ഓടുന്ന മാതിരി എഞ്ചിൻ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇലക്ട്രിക് സർക്യൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ രാത്രി മുഴുവൻ നമ്മൾ കിടന്നുറങ്ങുകയല്ലേ. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ആകുന്ന കറണ്ടൊക്കെ നമ്മുടെ സ്റ്റേ ആയിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ അതെല്ലാം അതുകൊണ്ടാണ് ഈ രാവിലത്തെ ടൈം 3 തൊട്ട് 6 മണി വരെയുള്ള ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. എന്തറിയോ? നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നു. പകലാണെങ്കിൽ നമ്മൾ എത്ര ആഹാരം കഴിച്ചാലും അതിനുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഊർജമൊക്കെ നമ്മൾ ഉപയോഗമാകുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അത്രയും ഊർജം നമ്മുടെ ശരീരത്തിൽ സ്റ്റോക്കായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. നിന്ന് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ എണ്ണീറ്റ് അങ്ങോട്ട് ഓടുമ്പോൾ അപ്പോഴാണ് ഹാർട്ട് അറ്റാക്കുമായിട്ടുള്ള ഇത് ഡോക്ടർമാരൊക്കെ പറയുന്ന സയൻസ് കാര്യങ്ങളായിരിക്കെ. അപ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർ 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഋഷീശ്വരന്മാർ എഴുതി വെച്ചു, മക്കളെ, നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ എന്ത് ചെയ്യണം? കൈ എടുത്തിട്ട് ഒന്ന് തോന്നുതേ, ഇങ്ങനെ ഒന്ന് കൈ തൊഴണം. അഞ്ജലി ഹസ്തയായിട്ടൊന്നിരുന്നിട്ട്, മോളെ ഒന്ന് കൈ തൊഴുതേ, ഇങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞു. നമസ്തേ, ഞാൻ നിന്റെ ഉള്ളിലുണ്ട്. ഹലോ പറയുന്നത് എന്താ? കൈ കൊടുത്ത്. അതല്ലേ കൊറോണ വന്നപ്പം ഹലോ ഇല്ലല്ലോ, നമസ്തേ അല്ലേ ഉള്ളൂ. എന്താ നമസ്തേ? ഞാൻ നിന്റെ ഉള്ളിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ നമസ്തേ, ആ അഞ്ജലി ഹസ്തത്തോട് രാവിലെ എണ്ണീറ്റ ഉടനെ എന്താ പറയുന്നതെന്നറിയാം? ഉടനെ ഒരു ദേവിയുടെ മന്ത്രം എഴുതുന്നു. 3 സെക്കൻഡ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഋഷിയിലോ ഒരു മന്ത്രം അങ്ങ് എഴുതി വെച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇത് ജപിച്ചോ, 3 നിമിഷം നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ നിവർന്നിരുന്ന് നടുവെല്ലാം നിവർന്നിരുന്ന് ചൊല്ലണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സദാ ഗൗരി, പ്രഭാതേ കരവന്ദനം. ആ കയ്യിനെ ഒന്ന് നോക്കിയിട്ട് പറയുവാണ്,
കരാഗ്രേ വസതേ ലക്ഷ്മി, എന്റെ കൈയുടെ അറ്റത്ത് ലക്ഷ്മി ദേവി, കരമധ്യേ സരസ്വതി, കരമൂലേ സദാ ഗൗരി. എന്നാൽ എനിക്കെല്ലാം ഉണ്ട്, വിദ്യയുണ്ട്, ധനമുണ്ട്, എന്റെ കോൺഫിഡന്റിനെ അവിടെ ഉണർത്തുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കൈയൊന്ന് തൂത്ത് ആ കണ്ണിലോട്ടൊന്ന് വെക്കുമ്പോ ഉണ്ടല്ലോ 3 സെക്കൻഡ് കഴിയും. അടുത്ത പറഞ്ഞു, നമ്മുടെ ഇവിടെ ഇലക്ട്രിസിറ്റി ഒക്കെ വർക്ക് ചെയ്യുന്നില്ലേ, അവന് എക്സസ് കറണ്ട് വന്നാൽ അത് ഭൂമിയിലോട്ട് പോകാനാണ് എർത്തിങ് ഇടുന്നത് അല്ലെ, എർത്ത് ചെയ്ത് വിടും, അപ്പൊ എർത്തായിട്ട് ഭൂമിയിലോട്ട് പോകും. ഇവിടെ പറയുന്നു നമ്മുടെ ശരീരത്തിൽ എക്സസ് ആകുന്ന കരണ്ടിനെ ഉടനെ അവിടെ ഋഷീശ്വരന്മാർ ശ്ലോകം എഴുതി വെച്ചു. എന്തെഴുതി വെച്ചു? സമുദ്രവസനേ ലക്ഷ്മി, പർവ്വതസ്ഥന മണ്ഡലേ ഹരിപ്രിയേ ലക്ഷ്മി, പാദസ്പർശം. എന്റെ അമ്മയുടെ ആ വിരിമാറിൽ എന്റെ കാലൊന്ന് വെക്കുന്നതിന് മുമ്പ് ആ അമ്മയുടെ വിരിമാറിൽ ഞാൻ എന്റെ കൈയൊന്ന് തൊട്ടിട്ട് അമ്മേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ആ മന്ത്രം ചൊല്ലി എന്റെ കൈയെടുത്ത് ആ ഭൂമിയിലോട്ട് തൊടുമ്പോൾ എന്റെ ശരീരത്ത് എത്ര എനർജി, ഇലക്ട്രിക് സർക്യൂട്ട് എനർജി ഉണ്ടോ അത്രയും എനർജി എന്തായി പോകും? എർത്തായി ഭൂമി. സയൻസാണ് ഇത്. നമ്മുടെ ഋഷീശ്വരന്മാർ അവരന്നേ എന്ത് ചെയ്തു? അവരന്വേഷിച്ചു, പറഞ്ഞില്ലേ ബൈബിളൊക്കെ അന്വേഷിക്കും, അവരന്വേഷിച്ചു കൊണ്ടതായിരുന്നത് അന്ന്. അവരന്വേഷിച്ചതിന്റെ ഫലമാണ് നമ്മളെല്ലാം. പക്ഷേ അതൊരു കാലഘട്ടം വന്നപ്പോൾ നമ്മൾ വിട്ടതാണെന്ന് നമുക്ക് അതിനെ പറ്റിയുള്ള അറിവ് കുറഞ്ഞത്. ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് 4 വേദങ്ങൾ തന്നില്ലേ? ഋഗ്വേദം, യജുർവേദം, സ്വാമവേദം, അഥർവവേദം. ഋഗ്വേദത്തിനെ മന്ത്രങ്ങളുടെ മഹത്വങ്ങൾ കൊണ്ട് നമ്മളെ പഠിപ്പിച്ചപ്പോൾ യജുർവേദത്തിലെ നമുക്ക് പൂജാതി കർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ നാമം ജപിക്കണം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വേദത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ ആ വേദങ്ങളൊക്കെ രചിച്ചു വേദവ്യാസൻ അല്ലെ. വേദവ്യാസൻ രസിച്ചു. ആ രസിച്ച വേദം കലികാലത്തിലോട്ട് അടുക്കുമ്പോൾ വേദവ്യാസന്റെ മനസ്സിന് ഒരു സങ്കടം വരാൻ തുടങ്ങി. എന്താണ്? അതിനുശേഷം ആ വേദം നമ്മളെ കൂട്ടുള്ള എല്ലാം ഫിലോസഫികളാണ്, ഭയങ്കര തത്വങ്ങളാണ്. സാധാരണ നമ്മളെ കൂട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകുക. കാരണം കലികാലത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ്. കുടുംബം നോക്കണം, വീട് നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, എല്ലാത്തിനും സമയം ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ എവിടെ സമയം കിട്ടും ഇതൊക്കെ പഠിക്കാൻ അല്ലെ എന്ന് അന്നേ അവർ ചിന്തിച്ചു ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ വേദവ്യാസൻ എന്ത് ചെയ്യുന്നു? ആ വേദത്തെ അതിലും ഇച്ചിരി കൂടെ ലഘൂകരിച്ച് സാധാരണയായ മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി ഉപനിഷത്തുക്കളെ സൃഷ്ടിച്ചു. ഉപനിഷത്തുകൾ നിരവധിയുണ്ട്. ഇവിടെ മുഗൾ സാമ്രാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യവും എല്ലാം വന്ന് നമ്മുടെ നളന്ദ സർവകലാശാലയും തക്ഷശില പോലെയുള്ള വലിയ വലിയ സർവകലാശാലകളിലെ നമ്മുടെ വേദാന്താദികളെയെല്ലാം കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം ഇന്ന് പറയുന്നു 108 ഉപനിഷത്തുകളുണ്ട് എന്ന് പറയുന്നു. അതിൽ മുഖ്യം 10 ഉപനിഷത്തുകള്. അങ്ങനെ ആ ഉപനിഷത്തുകൾ എന്താ? ഉപത്തിൽ വസിക്കുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തില് ആ ഗുരുവിന്റെ മുഖത്ത് നിന്നും പകരുന്ന ആ വിദ്യാസമ്പ്രദായം, അതാണ് ഉപനിഷത്ത്. നിയർ ബൈ ഗോഡ്, ആ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ഭഗവാനിൽ നിന്നും നമ്മളെല്ലാം സ്വീകരിക്കാൻ ഉപനിഷത്തുകളെ സൃഷ്ടിച്ചു. മന്ത്രങ്ങളെ ചൊല്ലി നമ്മുടെ ശരീരത്തെ ഉണർത്താൻ, നമ്മുടെ മനസ്സിനെ ഉണർത്തുവാൻ, നമ്മളെ നേർവഴിയിൽ കൊണ്ടുപോകാൻ. അപ്പോഴും നമുക്ക് ഉപനിഷത്ത് മന്ത്രങ്ങളെ ഒന്നും അത്ര സാധകം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന വേദവ്യാസൻ പിന്നെന്താ ചെയ്യുന്നത്? മനസ്സിലായി ഇങ്ങനെ വേദാന്തങ്ങൾ പറഞ്ഞാലൊന്നും സാധാരണയായിട്ടുള്ള മനുഷ്യന് മനസ്സിലാകില്ല എന്ന് പറയുമ്പോൾ വേദവ്യാസൻ ആ വേദാന്തത്തെ ഉപനിഷത്തെ എല്ലാം കൂടെ ചേർത്ത് കഥകളാക്കി ഇതിഹാസങ്ങളെ സൃഷ്ടിച്ചു. ഏതൊക്കെയാണ് 2 ഇതിഹാസങ്ങൾ? കുഞ്ഞെ മോളെ, ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് അറിയുമോ? കേട്ടിട്ടുണ്ടോ? എത്ര ഇതിഹാസങ്ങളുണ്ട് നമുക്ക്? 2 കേട്ടോ. ഏതൊക്കെയാണ്? മഹാഭാരതവും രാമായണവും. ആദ്യ കാവ്യം തന്നെ എന്താണ്? രാമായണം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നടന്നതാണ്. രാമായണം ഇവിടെ നടന്നതാണെന്നുള്ളതിന് ഉറപ്പെന്താണ്? ഉദാഹരണം രാമേശ്വരം. ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്കാണ് രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടി വരെ ട്രെയിൻ യാത്രയൊക്കെ എല്ലാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പോയി കാണണം, ധനുഷ്കോടിയിൽ പോകണം. രാമൻ വന്ന് ഇവിടെ തമിഴ്നാട്ടിലാണ്, തിരുനെൽവേലിക്കടുത്ത് രാമേശ്വരം. ആ രാമേശ്വരം അവിടെ ഉണ്ടെങ്കിൽ, രാമസേതു ഉണ്ടെങ്കിൽ എന്തുണ്ടായിരുന്നു? രാമായണവും ഉണ്ടായിരുന്നു. ആ രാമായണം നമുക്ക് എന്ത് പഠിപ്പിച്ചു തന്നു? ഒരു ഉത്തമനായ മകൻ എങ്ങനെയായിരിക്കണം, ഒരു ഉത്തമയായ മകൾ
എങ്ങനെയായിരിക്കണം? ഒരു ഉത്തമയായ മറുമകൾ. നമ്മൾ പേര് മാറ്റിക്കളഞ്ഞു, മരുമകളാക്കി. മരുമകളല്ല. എന്റെ മകളെ ഞാൻ അടുത്ത ഗൃഹത്തിലോട്ട് വിട്ടപ്പോൾ അതിന് പകരമായി മറുമകളെ എനിക്ക് തന്നു. അതെന്റെ മകളായി ഞാൻ കാണണം. ആ മകളുടെ കടമ എന്നാണ്, മകന്റെ കടമ എന്നാണ്, സഹോദരന്റെ കടമ എന്നാണ്, ജ്യേഷ്ഠന്റെ കടമ എന്താണ്, ഒരു രാജാവിന്റെ കടമ എന്താണ്, ഒരു കൂട്ടുകാരന്റെ കടമ എന്താണ്? ഇതെല്ലാം ഉത്തമനായ രാമനിൽ കൂടെ രാമായണം നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ എത്ര പേർ നമ്മുടെ വീടുകളിൽ രാമായണം കഥ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്? ഈ കർക്കിടക മാസം വരുമ്പോൾ രാമായണം ആചരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒന്ന് പറയും. പഴയ കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കഥകളെല്ലാം കുഞ്ഞുങ്ങൾ, ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെയാ പഠിച്ചിട്ടില്ല, അവരൊക്കെ ഞങ്ങൾക്ക് ആ ഉണർവുകൾ പറഞ്ഞു തരുമായിരുന്നു. ഇന്നത്തെ അമ്മമാർക്കും ഒക്കെ സീരിയൽ കണ്ട് കാണാനുള്ള സമയം പോലും തികയും. പിന്നെ ഇവിടെ പറഞ്ഞു കൊടുക്കുക അല്ലേ, കളിയാക്കുമല്ലോ കേട്ടോ. നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങള് എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺട്രോളിൽ, നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ പോകുന്നു? എത്രയോ കുഞ്ഞുങ്ങൾ നമ്മൾ എണ്ണി നോക്കണം. എത്ര കുഞ്ഞുങ്ങൾ നന്നായി വരുന്നു, എത്ര കുഞ്ഞുങ്ങൾ നല്ലതാകാതെ പോകുന്നു. എന്താണ് കാരണം? കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല, കുഴപ്പം അച്ഛന്റെയും അമ്മയുടെയും അവരുടെ സമൂഹം അവരെ അങ്ങനെ ആക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ വേദാന്തങ്ങൾ, നമുക്ക് ഇതിഹാസങ്ങൾ, രാമായണം രചിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഉത്തമനായ പുത്രൻ എങ്ങനെയായിരിക്കണം, മധ്യമനായ പുത്രൻ എങ്ങനെയായിരിക്കണം, അധമനായ പുത്രൻ എങ്ങനെയായിരിക്കണം എന്നാണ് രാമായണം പഠിപ്പിച്ചത് അല്ലെ. ഉത്തമനായ പുത്രൻ ആരായിരിക്കണം? ഒരു പുത്രനാണെങ്കിൽ പുന്നാകമാകുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നവൻ ആരോ അവനാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി. മനസ്സിലാവുന്നുണ്ടോ? പുന്നാകമാകുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നവൻ ആരോ അവനായിരിക്കണം സൽപുത്രൻ. ആ പുത്രന്റെ കടങ്ങൾ, ഋണങ്ങൾ ഒത്തിരിയുണ്ട്. എന്തായിരിക്കണം കടമ? ഒരു പുത്രന്റെ കടമ എന്താണെന്ന് വെച്ചാൽ, എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അച്ഛനും അമ്മയും അവരെന്താഗ്രഹിക്കുന്നു, അവർ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ അത് നിറവേറ്റി കൊടുക്കാൻ പ്രാപ്തിയുള്ളവൻ ആരോ അവന്റെ പേരാണ് പുത്രൻ, സത്പുത്രൻ. നമ്മൾ എത്ര സത്പുത്രന്മാരെ കണ്ടിട്ടുണ്ട്? അച്ഛനും അമ്മയും മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുന്ന മക്കളെ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടുവരണം. അവരെ ആ അവയർനെസ് കൊടുത്തു കൊണ്ടുവരണം. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. കുഞ്ഞുനാളിൽ നിന്ന് മുമ്പേ ഞാൻ പറഞ്ഞു, രാജേ പഞ്ചവർഷാണി ദാസിയെ ദശവർഷാണി. അമ്മയുടെ ഉദരത്തിലോട്ട്, ഗർഭത്തിലോട്ട് ഗർഭാധാനം ചെയ്യുമ്പോൾ തൊട്ട്, ഗർഭത്തിൽ അമ്മ എടുക്കുന്ന കാലം തൊട്ട്, ഗർഭത്തിൽ അമ്മ ആ കുഞ്ഞിനെ വെക്കുന്ന കാലം തൊട്ട്, പ്രസവിക്കുമ്പോൾ വരെയും ആ അമ്മ എന്ത് ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തോ, എന്തെന്ത് കാര്യങ്ങൾ ചെയ്തോ, അതാണ് ആ കുഞ്ഞിന്റെ സ്വഭാവം. വെളിയിൽ വന്നിട്ട് ആർക്കും സ്വഭാവം ഉണ്ടാകുന്നില്ല. ജന്മനാ അവർക്ക് വരുന്ന സ്വഭാവമാണ് അവരിലുള്ള നന്മയും തിന്മയും എല്ലാം. അപ്പോൾ രാമായണം ഇത് പറഞ്ഞു തരുമ്പോൾ ഇതും കൂടെ പറഞ്ഞേക്കാം. മധ്യമനായ പുത്രൻ എങ്ങനെയായിരിക്കും? മധ്യമനായ പുത്രൻ എന്ത് ചെയ്യും? ആ പുത്രനോട് അച്ഛനും അമ്മയും പറയും, മക്കളെ, എനിക്കിതാണ് ഞങ്ങളുടെ ആഗ്രഹം, നീ എനിക്കിത് സാധിച്ചു തരണം. അങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കുന്നതിനെ നമുക്ക് മധ്യമപുത്രൻ എന്ന് വിളിക്കാം. ഇനിയൊരു ഭാഗമുണ്ട്. ആരാന്നറിയോ? അധമന്മാർ. ഇവൻ ആരായിരിക്കും? ഇവൻ ആ അച്ഛന്റെ അമ്മയുടെ നീറുന്ന ഹൃദയത്തിൽ നിന്നും അവർ പറയുന്നു, മക്കളെ, നീ അങ്ങനെയാകരുത്, നീ ഇങ്ങനെയാകണം, ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കാതെ തല്ലി എറിഞ്ഞിട്ട് പോകുന്ന മക്കളിലുള്ളേ, അങ്ങനെയുള്ള മക്കളാണ് അധമന്മാർ. ഇതൊക്കെ നമുക്ക് ഈ കഥകള്, വേദങ്ങൾ തന്നെയാണിത്. ഈ വേദത്തിൻ പൊരുളെ കാട്ടിയിടുവാൻ പുരാണത്തെ സൃഷ്ടിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മഹാഭാരതത്തിലെ, ഇവിടെ രാമായണത്തിലെ ഈ 3 പുത്രന്മാർ, ഒരു നല്ലൊരു പുത്രന്റെ കടമ എന്നാണ്, സഹോദരന്റെ കടമയാണ്, അമ്മയുടെ കടമ എന്നാണ്, അച്ഛന്റെ കടമ എന്നാണ്, ഭാര്യയുടെ കടമ എന്നാണ്, സഹോദരൻ എങ്ങനെയിരിക്കണം, കൂട്ടുകാരൻ, എല്ലാം നമുക്ക് ഈ രാമായണം പഠിച്ചാൽ കിട്ടും. അത് പഠിപ്പിച്ചാൽ മതി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് 1 മണിക്കൂർ സമയമേ ഉള്ളൂ. ബാക്കി കൂടെ പറയുന്നതുകൊണ്ട് രാമായണം മാത്രമായിട്ട് പോകുന്നില്ല. രാമായണത്തിന് ശേഷം അടുത്ത ഇതിഹാസം എന്താണ്? മഹാഭാരതം.
മഹാഭാരതം എന്ന് പറയുമ്പോൾ അവിടെ 101 അധർമ്മികളായ 101 പേർ കൗരവന്മാർ അല്ലേ, ദുഷ്ടന്മാർ അല്ലേ, നന്മകളുടെ പ്രതീകമായ 5 പേർ പാണ്ഡവർ അല്ലേ. കഥ പറഞ്ഞു തരിക, കഥയിലൂടെ എത്രയോ കഥാപാത്രങ്ങൾ അല്ലേ. പക്ഷേ ആ മഹാഭാരതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു, ആ മഹാഭാരതത്തിൽ നടക്കുന്ന കുരുക്ഷേത്ര യുദ്ധം, ആ കുരുക്ഷേത്ര യുദ്ധം എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് കുരുക്ഷേത്രം. ആ മനസ്സില് നമുക്ക് 3 വിധം അല്ലേ, സാത്വികം, താമസം, രാജസം, ഇങ്ങനെ 3 വികാരങ്ങൾ, ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതില് താമസ ഗുണത്തോടു കൂടിയ അധർമ്മികളായ 101 പേരായ കൗരവരുമായി സാത്വിക ഭാവത്തിൽ നിൽക്കുന്ന ആ ധർമ്മിഷ്ഠന്മാരായ 5 പേർ. ഈ മനസ്സിനുള്ളില് നമ്മുടെ വികാര വിക്ഷോഭങ്ങളാണ് അത് 101 പേര്. അധർമ്മം, ധർമ്മം, ഇത് തങ്ങളിൽ യുദ്ധം ഈ കുരുക്ഷേത്രത്തിലാണ് നടക്കുന്നത്. കഥ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നു, അധർമ്മം ചെയ്യാതെ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതീയ അഭ്യുത്ഥാനം അധർമ്മസ്യ തദാസ്മാനം സൃജാമ്യഹം. ആര് പറഞ്ഞു? ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു, അർജുന, എപ്പോൾ ഈ ലോകത്ത് അധർമ്മം സംഭവിക്കുന്നു, അപ്പോഴെല്ലാം ആ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ഭഗവാൻ നാരായണൻ എവിടെയെങ്കിലും ഏതെങ്കിലും പേരിൽ ജനിച്ചു വരും. അതെല്ലാ യുഗങ്ങളിലുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് നമുക്ക് മഹാഭാരതം പല കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. മഹാഭാരതത്തിലാണ് ഭഗവത്ഗീതയുള്ളത്. അറിയുമോ? ഭഗവത്ഗീത മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുമ്പോൾ ആ ഭഗവാൻ, നമ്മുടെ ഇപ്പോഴത്തെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ വൈലന്റ് ആകുന്ന അർജുനനെ സൈലന്റ് ആക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്ത സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഭഗവത്ഗീത. ഭഗവത്ഗീത പഠിക്കുന്ന ഒരു കുഞ്ഞും ജീവിതത്തിൽ അവര് തോറ്റുപോകില്ല. അവരെങ്ങും അവർക്ക് നല്ല കോൺഫിഡന്റ് ആയിരിക്കും. ഏതൊരു സാഹചര്യത്തെയും ധൈര്യത്തോടെ നേരിടാനുള്ള ആ ആത്മധൈര്യം. അർജുനൻ തളരുവാണ് യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ. ഭഗവാനെ, തളർന്നു പോകുന്നു ഭഗവാനെ, അയ്യോ ഭഗവാനെ, എന്റെ കൃഷ്ണ, വയ്യേ ബന്ധുക്കളെ കൊല്ലുവാനും ആ ബന്ധുക്കളെ കൊന്നിട്ട് എനിക്കെന്തിനീ രാജ്യം എന്ന് കരഞ്ഞ് തളർന്ന് ധനുഷെല്ലാം താഴെയിട്ട് അവിടെ ആ കുരുക്ഷേത്ര ഭൂമിയിൽ രഥത്തിൽ തളർന്നിരിക്കുന്ന അർജുനനോട് ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അർജുന, നീ ഒരു പരന്തപനാകാതെ, നീ ഒരു ആണും പെണ്ണും കെട്ടവനെ കൂട്ടാകാതെ നീ ഉണരൂ, നിന്റെ ആ വീര്യത്തെ ഉണർത്തൂ. എന്ത് പറയുന്നു? നീ സ്ഥിതപ്രജ്ഞനാകൂ അർജുന എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്ഥിതപ്രജ്ഞൻ. ഇത് കേൾക്കുന്ന അർജുനൻ ചോദിക്കുന്നു, ഭഗവാനെ, എന്താണ് ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്? അപ്പോൾ ഭഗവാൻ അവിടെ ഗീത ഉപദേശിക്കും, പറയുന്നു, അർജുന, നമ്മൾ ഈ ക്ഷേത്രത്തിനകത്തോട്ട് പോകുമ്പോൾ കൊടിമരത്തിനോടടുത്ത്, മഹാക്ഷേത്രങ്ങളിലായിരിക്കും കൂടുതൽ, ഈ കൊടിമരത്തിന്റെ അടുത്തൊരു ദീപസ്തംഭം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ദീപസ്തംഭം, ചുറ്റുവിളക്കുള്ള ദീപസ്തംഭം. ഈ ദീപസ്തംഭം എന്തിന്റെ പുറത്തായിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു, അർജുന, നീ സ്ഥിതപ്രജ്ഞനാകൂ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ സ്ഥിതപ്രജ്ഞനാകണമെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, നീ ഒരു കൂർമ്മത്തെ കൂട്ടാകണം. കൂർമ്മം എന്താണെന്ന് മനസ്സിലായി? നമ്മുടെ ദശാവതാരത്തിൽ മത്സ്യകൂർമ്മ, വരാഹച്ച്, നരസിംഹച്ച്, വാമന, രാമോ രാമേതി രാമ, കൃഷ്ണ, കൽക്കി, ജനാർദ്ദന, 10 അവതാരങ്ങൾ. അതിൽ 2ാമത്തെ വരുന്നില്ലേ മത്സ്യം, അത് കഴിഞ്ഞു കൂർമ്മം അല്ലേ. കൂർമ്മം എന്താണ് കൂർമ്മം? ആമ. കേട്ടോ, ഈ ആമ എന്ന് പറയുന്നത് അർജുനനോട് പറഞ്ഞു കൊടുക്കുക, അർജുന, നീ ഒരു കൂർമ്മത്തെ കൂട്ടാകുക, അപ്പോൾ നീ സ്ഥിതപ്രജ്ഞനാകും. എങ്ങനെയാ കൂർമ്മത്തെ കൂട്ടാകുന്നത്? നമ്മളോടെ ഈ അർജുനൻ ആരാ? നമ്മളാ. ഭഗവാൻ നമ്മളോടാ പറഞ്ഞു തരുന്നത്, നമ്മൾ സ്ഥിതപ്രജ്ഞനാകണം. എങ്ങനെ? കൂർമ്മത്തെ പോലെ. ആ കൂർമ്മം എങ്ങനെയാണ്? ഒരാമ നമ്മുടെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും അതിന്റെ മുന്നിലോട്ട് ചെന്നാൽ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ആമ എന്ത് ചെയ്യും? ആമ ആദ്യം ആമയുടെ കയ്യും കാലും വാലും തലയും എങ്ങോട്ട് വലിക്കും? അകത്തോട്ട് വലിക്കും. വലിക്കത്തില്ലേ? ഇതേപോലെ നമ്മളും ഈ ശരീരത്തിലെ, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളല്ലേ, പഞ്ചഭൂതങ്ങളിൽ നിന്നും അമ്മ പഞ്ചേന്ദ്രിയങ്ങളിൽ എടുത്തല്ലേ, പഞ്ചഭൂതത്തിൽ വന്നതല്ലേ ഈ ശരീരം. അപ്പോൾ ഈ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്,
ചെവി, ഇതെല്ലാം ഇന്ദ്രിയങ്ങളാണ്, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഈ മൈക്ക് വെച്ചിരിക്കുന്ന കൂട്ട് ലൗഡ് സ്പീക്കർ മാതിരി പുറത്തോട്ട് കോളാമ്പി മാതിരി വെച്ചിരിക്കുക. ചെവി അങ്ങോട്ട് അവരെന്ത് പറയുന്നോ പരദൂഷണം കേൾക്കാൻ, ഇത് കേൾക്കാൻ. അതിനല്ല, ഈ ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ കേൾക്കുവാൻ, അതിനാണ് ഈ ചെവി, അല്ലേ? അതായി ലൗഡ് സ്പീക്കർമാർ ഇങ്ങോട്ട് കണ്ണ് താണ്ട് അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ തുറന്നിരിക്കുന്നു. എന്താ? നല്ലതിനെ കാണാൻ, ഭഗവാനെ കാണാൻ, എല്ലാവരിലും ഭഗവത് ചൈതന്യത്തെ കാണാൻ, ആതുരരായിട്ടുള്ള ആര് വിഷമിക്കുന്നു അവരെ സഹായിക്കാൻ, കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട്, അല്ലേ? തൊക്ക് കൊണ്ട് അറിഞ്ഞ്, അല്ലേ? അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളെ, ലൗഡ് സ്പീക്കർ മാതിരി ഇരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ആ ആമയെ പോലെ എന്ത് ചെയ്യണം? ആമയ്ക്ക് 2 കാല് 2 കൈ, എത്രയായി? 4ആയോ? തലയും കൂടെ ചേർക്കുമ്പോ എത്രയായി? 5 ആയില്ലേ? 5 ഇന്ദ്രിയങ്ങളെ, അല്ലെങ്കിൽ പാലും കൂടെ ചേർക്കുമ്പോൾ 5ആയോ? ഈ 5 ഇന്ദ്രിയങ്ങളെ ആദ്യം അകത്തോട്ട് പിടിക്കണം, പിന്നെ നമ്മുടെ മനസ്സിനെയും കൂടി, അപ്പോഴാ തലയും കൂടെ അകത്തോട്ട് പോയി. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ഈ മനസ്സിനെ അടക്കുമ്പോൾ നമ്മൾ ആരിൽ പോയി ചേരും? ആ പരമാത്മ വൈഭവത്തിൽ നമ്മൾ പോയി ചേരും. അതാണ് ക്ഷേത്രത്തിന്റെ, ഇനിയും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ആ ദീപസ്തംഭത്തിന്റെ താഴെ ഒരു കൂർമ്മത്തിന്റെ പുറത്താണ് ഈ ദീപസ്തംഭം വെച്ചിരിക്കുന്നത്. എന്തിനാ? ക്ഷേത്രത്തിലോട്ട് വരുമ്പോഴേ ഇതേ കൂട്ട് അവിടെ നോട്ടീസ് ഒന്നും എഴുതി ഒട്ടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ടു പഠിച്ചോണം. നീ ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോൾ കൂർമ്മത്തെ കൂട്ടാകണം, ഇന്ദ്രിയങ്ങളെ അടക്കണം. അടക്കി അകത്തോട്ട് കയറി, ഇപ്പൊ എല്ലാം കാണുന്ന ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അകത്ത് നിന്ന് ഉറക്ക മൊബൈലിൽ സംസാരിക്കുന്നതൊന്നും പാടില്ല. ക്ഷേത്രത്തിന്റെ ചൈതന്യമാണ്, ആ ചൈതന്യത്തിന് വിഘ്നം വരുത്താൻ പാടില്ല. അവിടെ നാമമന്ത്രങ്ങൾ മാത്രമേ മുഖരിതമാകാൻ പാടുള്ളൂ. ആരും സംസാരിക്കുകയോ, നാമജപം ചെയ്യാം, നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ല്, ദ്വാദശി മന്ത്രം ചൊല്ല്, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം, ഓം നമഃശിവായ നമഃശിവായ മന്ത്രങ്ങൾ ചൊല്ല്. നമ്മുടെ ബുദ്ധി, ശക്തി, എല്ലാം എനർജി നമ്മളിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഈ കൂർമ്മത്തെ കൂട്ടാകെ എന്ന് അർജുനനോട് ആര് പറഞ്ഞു കൊടുത്തു? ഭഗവാൻ. അതാരോടാ പറഞ്ഞ്? നമ്മളോടാ പറഞ്ഞ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭഗവത്ഗീത നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഈ കേരളത്തിലെ ആത്മഹത്യയുടെ കണക്കെടുത്തു കഴിയുമ്പോൾ 100 ആത്മഹത്യ നടക്കുമ്പോൾ അതിൽ 95 പേരും ആത്മഹത്യ. നമുക്ക് എന്നും ദിനത്തിലും ഈ നമ്മുടെ ന്യൂസ് പേപ്പറുകളിലും ചാനലുകളിലും എല്ലാം കാണാം, ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം കാണാം. ഇന്നലെ അവിടെ ഒരാൾ കെട്ടിത്തൂങ്ങി, ഇന്നലെ ഭർത്താവ് ഭാര്യ എടുത്ത് കിണറ്റിലിട്ടു, ഇല്ലേ? അച്ഛൻ അമ്മയെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു. കാണുന്നില്ലേ? ഈ ആത്മഹത്യകൾ കൂടുതലും നടക്കുന്നതിലും 100% ആത്മഹത്യ നടക്കുമ്പോൾ 95 പേരും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ്. ശ്രദ്ധിച്ചു നോക്കണം. കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഈ ബോധവൽക്കരണം ചെയ്യാൻ നമുക്ക് ആരുമില്ല. ഉണ്ടെന്നല്ല, ഉണ്ട്, പക്ഷെ നമ്മൾ ആരെ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്തൊരാൾ പറഞ്ഞാൽ അതിന് നല്ലതിന്, സമുദ്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തല്ല അവിടെ ചീത്തയുണ്ട്, നല്ലതുമുണ്ട്. നല്ലതിനെ എടുക്കൂ, ചീത്തയെ കളയൂ. ഇന്റർനെറ്റിലോട്ട് പോകും, മക്കടയിലൊക്കെ പത്മാസുരനിരിക്കുമല്ലേ, നോട്ടിക്കൊണ്ടിരിക്കുമല്ലേ, ചുണ്ണാമ്പ് തേക്കുന്നത് കൂട്ട്. അവരോട് പറയണം, മക്കളെ നിങ്ങൾ അതിലെ നന്മയെ നോക്ക്. നിനക്ക് നാളെ പഠിക്കാൻ എന്ത് വേണം? നാളത്തെ ഭാവിയിൽ, ഫ്യൂച്ചറിൽ നീ ആരാകണം? തേജസ്വി സൂര്യയെ പോലെയുള്ള ഡിസ്ട്രിക്ട് കളക്ടർ ആകണമെങ്കിൽ അവരുടെ ജീവിത ചരിത്രത്തെ പറ്റി അവരെഴുതിയിട്ട കുറിപ്പുകളുണ്ട്. എത്ര ചിലന്തിയെ കൂട്ട് എത്ര ചാട്ടം ചാടിയിട്ടാണ് ഞാൻ IAS കാരനായത്. നമ്മളെയൊക്കെ ബോധിപ്പിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധിപ്പിക്കാൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ, അതൊന്നും നോക്കത്തില്ല. TV തുറന്നു കഴിഞ്ഞാൽ ആ കുടുംബം നശിപ്പിക്കുന്ന സീരിയലുകൾ കണ്ട് 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 മനസ്സ് ദുഷിച്ചിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ വരുന്നു ഒന്നും കാണുകയില്ല. കാണുമോ? രാമായണം വെച്ച് കാണത്തില്ല, മഹാഭാരതം വെച്ച് കാണത്തില്ല. പക്ഷേ ഭാര്യ അമ്മായിയമ്മ ഭാര്യ കൊല്ലുന്നു, ഭാര്യ അമ്മായിയമ്മ കൊല്ലുന്നു. ഇങ്ങനെ മനുഷ്യനെ ദുഷിപ്പിച്ച് ദ്രോഹിക്കുന്ന ആ സീരിയലുകളുടെ പുറകെ പോകുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായോ? ഏതിലും നന്മയെ കാണുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 100 ആത്മഹത്യ നടക്കുമ്പോൾ 95% ആരാണ്? നമ്മുടെ സനാതന വിശ്വാസികളാണ്. ബാക്കി 4 പേരെ ക്രിസ്ത്യൻ, ഒരേ 1% ഇസ്ലാം. എന്താണെന്നറിയാവോ? 3 വയസ്സിൽ മദ്രസ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ പറഞ്ഞങ്ങ് പഠിപ്പിക്കുകയാണ്. അത് ചെയ്യല്ലേ, നമ്മളെ ഒന്നും കമ്പൽസറി ഇല്ലല്ലോ. പക്ഷേ കഴിഞ്ഞ കാലഘട്ടം അതെല്ലാം നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ,
അതുകൊണ്ട് ഭഗവത്ഗീതയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലുണ്ട് 700 ശ്ലോകങ്ങളാണ്. ഈ 700 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം അവരെ പഠിപ്പിച്ചാൽ അവർ ജീവിക്കാൻ പഠിച്ചു. എന്നും അച്ഛനും അമ്മ അയ്യോ അയ്യോ എന്ന് പുറകെ നടക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം, ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ അതേ മഹാഭാരതത്തിൽ തന്നെയാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രമുള്ളത്. അറിയോ? 1000 മന്ത്രങ്ങളുള്ള ഭഗവാന്റെ സ്തോത്രമുള്ള വിഷ്ണു സഹസ്രനാമം ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യർ ആ ഭഗവാന്റെ വിശ്വരൂപം കാണുമ്പോൾ ഭഗവാനെ സ്തുതിച്ച് ആ വാക്കുകൾ കൊണ്ട് മന്ത്രങ്ങൾ കൊണ്ട് അർച്ചിക്കുന്ന മന്ത്രാർച്ചനയാണ് 1008 മന്ത്രമുള്ള വിഷ്ണു സഹസ്രനാമം. നമ്മൾ ആരെങ്കിലും നോക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ടോ? 1000 മന്ത്രങ്ങൾ ചൊല്ലുന്ന കുഞ്ഞിന്റെ ബുദ്ധി എന്നും നല്ല ഉണർവുണ്ടാവും. അവർക്ക് പഠിക്കാൻ നല്ല ബുദ്ധി ഉണ്ടാകും. ഒരിക്കലും അവർക്ക് മറവി ഉണ്ടാകുകയില്ല. വിഷ്ണു സഹസ്രനാമം കാണാതെ പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. നമ്മളും അമ്മമാരെ നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കാൻ ശ്രമിക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മമാരെ നിങ്ങളും കൂടെ ഇരിക്കൂ, അവരുടെ കൂടെ ഇരിക്കൂ. അവരെ എന്തിനാ പഴയ മുത്തശ്ശിമാർ സന്ധ്യയ്ക്ക് നാമജപം ചെയ്യുമ്പോൾ എങ്ങനാ? അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ. എന്താ പറയുന്നേ? ഭഗവാനെ, നിന്നെ ഞാൻ ഈ തൊഴുകൈ കൂപ്പി ഞാൻ വണങ്ങുന്നു. ഈരേഴുലകിനും ഏകനാഥ കൃഷ്ണ ഈരഞ്ചുതിക്കും നിറഞ്ഞ പറയുന്നില്ലേ? എന്തുവാ ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കൊച്ചു മക്കളെ കണക്ക് പറഞ്ഞു പഠിപ്പിക്കുക. ഈരേഴുലകിലും 7 2 14. നേഴ്സറി പോകണ്ട, അതിനു മുമ്പ് അവർ പഠിക്കും. ഈരേഴുലക് 14 ഇല്ലേ? ഭൂമിക്ക് മേളിൽ 7 താഴെ 7 എണ്ണം പറഞ്ഞു കൊടുത്തു. ഈരേഴുലകിലും ഏകനാഥ കൃഷ്ണ ഇല്ലേ? അപ്പൊ ഈ നാമജപത്തിലൂടെ അവരെ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അല്ല, വേറൊന്നുമില്ല. ഇതൊക്കെ സയൻസ് പരമായി നമ്മളെ ഈ ആധ്യാത്മിക വഴിയിലൂടെ കൊണ്ടുവന്ന് നന്മയിലേക്ക് കൊണ്ടുവരിക എന്നാണ് എന്റെ ലക്ഷ്യം. ഇത് കഴിഞ്ഞ് ഭഗവത്ഗീത കഴിഞ്ഞാലോ? അപ്പോൾ ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദവ്യാസ ഭഗവാൻ എന്തു പറ്റി? പുരാണങ്ങളെ സൃഷ്ടിച്ചു. എത്ര പുരാണം? നമുക്ക് എത്ര പുരാണങ്ങളുള്ളത്? നമ്മുടെ മക്കളോടൊക്കെ ചോദിക്കണം, മക്കളെ നമുക്ക് എന്തൊക്കെയുണ്ട്? അടിസ്ഥാനമായിട്ട് 4 വേദങ്ങളുണ്ട്. ഇത് ഓർത്തു വെച്ചോണം. 4 വേദങ്ങളുണ്ട്. കുഞ്ഞെ ഓർത്തു വെച്ചോണം മക്കളെ. 4 വേദങ്ങൾ, 108 ഉപനിഷത്തുകൾ. വേദം എന്ന് പറഞ്ഞാൽ വിത്തെന്ന ധാതുവിൽ നിന്നും ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് നേടൂ, അറിവ് പകരൂ. അതാണ് വേദം പറയുന്നത്. നീ അറിയൂ, അറിഞ്ഞിട്ട് അറിയിക്കൂ എല്ലാവരെയും. ആരെയും തെറ്റുകളിലോട്ട് പോകാതെ നന്മയിലോട്ട് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് നമുക്ക് ഉപദേശം തരുന്നതാണ് വേദങ്ങൾ. അപ്പോൾ ആ വേദങ്ങളെ പിന്നെയും ലഘൂകരിച്ച് ഉപനിഷത്താക്കി ഭഗവത്ഗീത ഇല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥമാക്കി അതിൽ നിന്നും ഭഗവത്ഗീത തന്നു. അതിൽ നിന്നും വിഷ്ണു സഹസ്രനാമം നമുക്ക് തന്നു. അതിനുശേഷവും പുരാണങ്ങളെ സൃഷ്ടിച്ചു. പുരാണം എന്താണ്? പുരാ ഇതി നവ പുരാണം. പഴയതാണ്, അന്നത്തെ ഭാഗവതമാണ്. പക്ഷേ ഇന്നത്തെ പുതിയത് തന്നെയാണ്, പഴക്കം വരുന്നില്ല. ഇന്ന് നമ്മൾ പഴയ ഒരു കണ്ട സിനിമ, നമ്മുടെ ചെറിയ നാളിൽ കണ്ട ചെമ്മീൻ സിനിമ, നമുക്ക് സൂപ്പറായിരുന്ന ചെമ്മീൻ സിനിമ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു നോക്ക്, അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. അതേപോലെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് പുരാണങ്ങളെ സൃഷ്ടിച്ചു, 17 പുരാണങ്ങളെ സൃഷ്ടിച്ചു. അപ്പോഴും എന്തോ ഒരു ദുഃഖഭാവം ഭഗവാന്റെ മനസ്സിൽ വന്ന് നിറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ വേദവ്യാസ ഭഗവാൻ നാരദ മഹർഷി ചതുർശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ സാക്ഷാൽ ഭഗവാന്റെ വാങ്മയ സ്വരൂപത്തിലുള്ള രൂപത്തെ 18,000 ഗ്രന്ഥ ശ്ലോകങ്ങളിലൂടെ 334 അധ്യായത്തിലൂടെ 12 സ്കന്ധങ്ങളിലായി നമുക്ക് പകർന്നു വന്നു. നിഗമകൽപതരോർ ഗളിതം ഫലം സുഖമുഖാദം അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹൂരകോ രസികാഭു വിഭാവുക. മാലോകരെ, നിങ്ങളെല്ലാം ആ അമൃതത്തെ കോരിക്കോരി കുടിച്ചോളൂ. ആ ഭാഗവതാമൃതം എന്ന് പറയുന്നത് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യ ശാസ്ത്രമാണ് പറയുന്നത്. കൃഷ്ണൻ 10ാമത്തെ സ്കന്ധത്തിലാണ് വരുന്നത്. 9 ഉപകഥകളാണ്. ഇവിടെ മാതാപിതാക്കൾ 6000 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസ ഭഗവാൻ രചിച്ച ആ ഭാഗവതത്തിൽ എഴുതിയ മാതാപിതാക്കൾ നമുക്കെന്തു മാതൃക തന്നു. ഈ വർത്തമാന കാലത്തില് നമ്മള് മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം? എന്താണ് മാതാപിതാവ്? നമ്മൾ ഇംഗ്ലീഷാണല്ലോ പറഞ്ഞത്. ഇംഗ്ലീഷ് മാതാപിതാവിന്റെ പേരെന്തോന്നറിയോ?
പേരന്റ് എന്തുവാ? സ്കൂളിൽ പറയത്തില്ല പേരന്റിനെ വിളിച്ചുകൊണ്ട്. എന്തുവാ പേരന്റിന്റെ അർത്ഥം? പേ, അതിനൊക്കെ ഡിവൈഡ് ചെയ്ത് മാറ്റി നോക്കണം. പേ റെന്റ്. പേ എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊടുക്കുക അല്ലെ? പൈസ കൊടുക്കുമ്പോഴല്ലേ പേ ചെയ്യാൻ പറയത്തില്ല. പേ കൊടുത്തു എന്തിനു വേണ്ടിയിട്ട്? റെന്റ്, വാടക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് വാടകയ്ക്ക് വാങ്ങിയതാണ് ആരെ? ഈ മക്കളെ. ആരിൽ നിന്നും വാങ്ങി? സാക്ഷാൽ ഭഗവാനിൽ നിന്നും. ആ ഭഗവാൻ നമുക്ക് റെന്റിന് തന്നതാണ്. ആ റെന്റിന് തന്ന മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കുഞ്ഞുങ്ങളായിട്ട്, സൽസ്വഭാവികളായിട്ട്, സൽസന്താനങ്ങളായിട്ട് അവരെ വളർത്തി ഈ പ്രകൃതിക്കും ഈ പ്രപഞ്ചത്തിനും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും നന്മ ചെയ്യുന്ന നല്ല കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കേണ്ട കടങ്ങളാണ്, ഋണങ്ങളാണ് മാതാപിതാക്കൾക്കുള്ളത്. മനസ്സിലായോ? ഈ മാതാപിതാക്കൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഭാഗവതത്തിൽ അന്ന് പറഞ്ഞു തന്ന മാതാപിതാക്കളെ നമ്മൾ നോക്കണം. അവിടെ കയാതു എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. രാജേ പഞ്ചവർഷാണി എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ കയാതു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിന്റെ ഭാര്യ, ആ പ്രഹ്ലാദന്റെ അമ്മ. ഈ പ്രഹ്ലാദന്റെ അമ്മയെ കണ്ടുപിടിച്ചാൽ മതി നമ്മൾ എങ്ങനെ സ്വഭാവത്തിൽ. ഇപ്പൊ തന്നെ ഒരു വയലിൻ വായിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ അത് വന്നു. ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുക. ആ ക്ഷേത്ര ഗ്രൗണ്ടും കഴിഞ്ഞ് അടുത്ത 2 ഗ്രൗണ്ടും കൂടെ നിറയെ ആൾക്കാർ നിൽക്കുക ഈ കുഞ്ഞിനെ, സരസ്വതി ദേവിയുടെ കടാക്ഷമുള്ള ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ. പക്ഷേ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ 11 വയസ്സ് പ്രായത്തിൽ ആ കുഞ്ഞ് ആർജിച്ചെടുത്തതാണ് ഇതെന്ന്? അല്ല. എന്ന് അച്ഛനിൽ നിന്നും ആ ബീജത്തെ അമ്മ തന്റെ ഗർഭത്തിലോട്ട് ഗർഭാധാനം ചെയ്തപ്പോൾ, ഗർഭത്തിലോട്ട് സ്വീകരിച്ചപ്പോൾ ആ അമ്മ എന്തെല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കണമോ അത് ആ അമ്മ ചെയ്തിരുന്നു. ആ അമ്മ ആ കുഞ്ഞിനെ ഗർഭത്തിൽ വയറ്റിൽ വെച്ച കാലത്ത് ആ അമ്മ ആ ഭഗവൻ നാമത്തിലും ആ സരസ്വതി ദേവിയെയും എല്ലാം ഉപാസിച്ചിരുന്നു. ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞിന് ആ സരസ്വതി ദേവിയുടെ കടാക്ഷം കിട്ടുകയില്ല. ഇതിന് നേരെ ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. മഹാഭാരതത്തിലെ പ്രഥമ കൗന്ദയനായ കർണന്റെ കഥ നമുക്ക് എന്തിനാ പറഞ്ഞു തരുന്നത്? കുന്തി ദേവിക്ക് ആദ്യം പൃഥ എന്ന പേര്. ആ പൃഥയെ വളർത്തുമകളായിട്ട് സ്വീകരിക്കുന്ന കൗന്ദയൻ രാജാവ് വളർത്തുമകളായി സ്വീകരിക്കുകയാണ്. ആ വളർത്തുമകളെ, അങ്ങനെയാണ് കുന്തി എന്ന പേര് വരുമ്പോൾ ആ കുന്തി സൽസ്വഭാവയും സൽഗുണ സമ്പന്നയുമായ കുന്തിദേവി ആ രാജകൊട്ടാരത്തിലോട്ട് ദുർവാസാവ് മഹർഷി 3 ദിവസത്തേക്ക് വരുമ്പോൾ ഈ കുന്തിദേവിയെ രാജാവ് അവിടെ നിയോഗിക്കുന്നു പരിചരിക്കാൻ വേണ്ടി. അങ്ങനെ നല്ല പരിചരിച്ച ആ കുന്തി ദേവിക്ക് ആര് കൊടുക്കുന്നു? വരം ദുർവാസാവ്. ഇത് വർത്തമാന കാലത്തിൽ നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ കൗമാരപ്രായം, കുത്സിതമാര ഭാവത്തോട് കൂടിയ പ്രായം, 13 വയസ്സ് പ്രായം കുന്തി ദേവിക്ക്. ആ കുന്തി ദേവിക്ക് കൊടുത്തു വരം, 5 വരം കൊടുത്തു. എന്താ? നീ നിനക്കിഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിച്ചോളൂ, നിനക്ക് അവരിൽ നിന്നും സന്താന സൗഭാഗ്യമുണ്ടാകും. ഇന്ന് നമ്മുടെ കൗമാരക്കാരായ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മൾ മേടിച്ചു കൊടുക്കുന്നില്ലേ ആഭിചാര മന്ത്രങ്ങൾ, മൊബൈലിൽ? അമ്മയും അച്ഛനും ദൂരമിരുന്ന് നോക്കണം അവരെന്താണ് അത് ചെയ്യുന്നത്. ഇവിടെ കുന്തിദേവിക്ക് ഈ വരം കിട്ടി. കുന്തിദേവി ഒരു ദിവസം പ്രഭാതവേളയിൽ അന്തഃപുരത്തിൽ സൂര്യഭഗവാനെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ആ സൂര്യനിൽ ആകൃഷ്ടനായപ്പോൾ, കഥ പറഞ്ഞു തരുവാ നമുക്ക്, ഉടനെ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നിന്നും കുന്തിദേവിക്ക് ഒരു കുട്ടിയെ ലഭിക്കുന്നു. ആ കുഞ്ഞിനെ വയറ്റിലോട്ട് സ്വീകരിച്ചപ്പോൾ, ഗർഭാധാനത്തിലോട്ട് എടുത്തപ്പോൾ ദീനമാനസിയായിരുന്നു കുന്തി. വയറ്റിൽ വെച്ച കാലം ദീനമാനസി. അപ്പോൾ ഈ അമ്മ എന്തു ഭാവത്തിലിരിക്കുന്നോ ആ ഭാവമായിരിക്കും ഈ കുഞ്ഞ് പിറക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് കർണനിൽ കൂടെ കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞ് പ്രസവ സമയത്ത് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് ഈ അമ്മ ദീനമാനസിയാണ്. എന്താണ്? കന്യകയായ ഒരു കുട്ടി പ്രസവിച്ചാൽ ഈ കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്യുമെന്നുള്ള ദീനമാനസിയായിട്ട് ഒഴുക്കിവിടുന്ന കുഞ്ഞിനെ ആ വിഷമം കൊണ്ട് കുന്തിദേവി എന്താ ചെയ്യുന്നത്? അവിടെയാണ് ധർമ്മിഷ്ഠന്മാർക്കെതിരായിട്ട്
ഒരേ അമ്മയുടെ മക്കളായിട്ടും ആ ധർമ്മിഷ്ഠന്മാർക്ക് കൂട്ടുനിന്നിട്ട്, അധർമ്മികൾക്ക് കൂട്ടുനിന്നിട്ട് ധർമ്മിഷ്ഠന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന കർണൻ അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഈ വർത്തമാന കാലത്തില് അന്നത്തെ മാതാപിതാക്കളെ ഇന്നത്തെ മാതാപിതാക്കൾ നല്ല മാതൃകയാക്കി എടുത്താൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കും. നമ്മൾ കേട്ടിരിക്കും, ഒരു കൊച്ചൻ കൗമാരപ്രായക്കാരൻ അവന്റെ വീട്ടിലുള്ള എല്ലാവരെയും ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുകയാണ്. എവിടുന്ന് കിട്ടിയ ആധുനിക ഭാവം? ഗർഭത്തിലോട്ട് എടുത്തപ്പോഴേ ആധുനികം കിട്ടിയവന് അതവിടെ കാണിച്ചു. അപ്പോൾ അതേപോലെ തന്നെ 5 വയസ്സിന് ശേഷം എങ്ങനെ ദാസിയെ ദശവർഷാണി, 5 വയസ്സ് വരെ അമ്മയാണ് എല്ലാം പകർന്നു കൊടുക്കേണ്ടത്. അതിനുശേഷം അച്ഛന്റെ കടമ വരും, മക്കളെ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യണം. ഇവിടെ ഭാഗവതത്തിൽ നമുക്ക് ധ്രുവകുമാരനെ കാണിച്ചു തരുന്നു. ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഉറച്ച മനസ്സോടുകൂടി ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തിവരാ നിബോധിത എന്ന് വിവേകാനന്ദ സ്വാമികൾ ഉപനിഷത്ത് മന്ത്രം നമുക്ക് പറഞ്ഞു തന്നില്ലേ? അതിനകത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, മക്കളെ ഉണരൂ, പ്രവർത്തിക്കൂ, നിന്റെ ലക്ഷ്യം നേടുന്നിടം വരെ, അപ്പോൾ നീ വിജയത്തിലെത്താൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? എങ്ങനെ ഒരു കുടുംബത്തിൽ എങ്ങനെ അച്ഛൻ എങ്ങനെയായിരിക്കണം, അമ്മ നമ്മളിപ്പോൾ കല്യാണം അങ്ങോട്ട് നമ്മുടെ ഓരോ അച്ഛനും അമ്മയും ചിന്തിക്കണം. നമ്മൾ ഇന്ന് വിവാഹമൊക്കെ കഴിപ്പിച്ചു കൊടുക്കുന്നില്ലേ? എന്താണ് അത് ചെയ്യുന്നത്? എന്താണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്? എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? ഏതെങ്കിലും അച്ഛൻ അതിനെ പറ്റി അറിയുന്നുണ്ടോ? കൈ പിടിച്ച് അങ്ങോട്ട് പിടിച്ചോ, കൊണ്ടുപോക്കൂ. പക്ഷേ രാമന്റെ കയ്യിലോട്ട് സീതയെ പിടിച്ചു കൊടുക്കുമ്പോൾ പറയുന്നു, രാമ, എന്റെ കന്യകയായ മകളെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു. എന്റെ കന്യകയായ മകളിൽ നീ സൽസന്താനങ്ങളെ ലഭിക്കുവാൻ ഞാൻ ആ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു വേണം അച്ഛൻ കൈപിടിച്ച് കൊടുക്കുവാൻ. അറിയുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഈ പ്രഹ്ലാദന്റെ കഥ പറയുമ്പോൾ, കയ്യാതുവിന്റെ കഥ പറയുമ്പോൾ, നമ്മളൊക്കെ നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ പറയണം, മകളെ നീ ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ എന്താ, പണ്ടൊക്കെ നാം 2 നമുക്ക് 2 അവര് പറഞ്ഞു. അപ്പൊ നമ്മളങ്ങ് എടുത്തു. സനാതന വിശ്വാസികൾ പറഞ്ഞു, അവര് പറഞ്ഞു നാം 2 നമുക്ക് 2 നമ്മൾ ഓക്കെ ആക്കി. പക്ഷേ അത് ഹിന്ദിയിലാ അവരെന്റെ എല്ലാം അഡ്വർടൈസ്മെന്റ് കൊടുത്തത്. ഹം ദോ ഹമാരേ ലിയേ ദോ ബസ്, നമ്മൾ 2 നമുക്ക് 2 ബസ്. ഇത് നമ്മളെ കൂട്ടുള്ള സനാതനികൾ കറക്റ്റായിട്ട് ചിട്ടയോടുകൂടി അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞു വന്ന തലമുറ പറഞ്ഞു, ഹംദോ ഹമാരേ ലിയേ ഏക് ബസ്, ഞങ്ങൾ 2 ഞങ്ങൾക്ക് 1. ഇപ്പോഴുള്ള നമ്മുടെ പെൺകുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചു നോക്കണം, അങ്ങനൊക്കെ വൈകിപ്പണിയും. അതെന്തുകൊണ്ടാ? കുഞ്ഞെ, നിന്റെ അമ്മയും അച്ഛനും അങ്ങനെ ചിന്തിച്ചിരുന്ന നീ ഭൂമുഖം കാണുമായിരുന്നോ? നിനക്ക് ധർമ്മങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, കടങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തില് മനുഷ്യര് മാത്രമല്ല ജനിക്കുന്നത്, മൃഗങ്ങളുമുണ്ട്, ഇല്ലേ? അവരെല്ലാം പ്രസവിക്കുന്നില്ലേ? അവരൊക്കെ ജീവിക്കുന്നില്ലേ? നമുക്ക് ഈ വിവേക ബുദ്ധി തന്നിട്ട് നമ്മളെന്താ ജീവിക്കുന്നത്? മനുഷ്യന്റെ ശരീരം ലഘുവും മനസ്സ് ഗുരുവുമാണ്. നമുക്ക് എവിടെ എന്ത് ചെയ്യണം എന്നുള്ള വിവേക ബുദ്ധി നമുക്ക് തന്നു. മൃഗങ്ങൾക്കുണ്ടോ? അതിന്റെ ശരീരമാണ് ഗുരു. അതിന് ഇവിടെ വിസർജിക്കണമെന്നേ ഇവിടെ വിസർജിക്കുക, അമ്പലമാണെന്നൊന്നും അതിനറിയില്ല. അറിയുമോ? ഇതാണ് മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും ആഹാരം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, വിശ്രമിക്കുന്നുണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യുൽപാദനവും ചെയ്യുന്നുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെ നമ്മളും കഴിക്കുന്നുണ്ട്, നമ്മളും ഉറങ്ങുന്നുണ്ട്, നമ്മളും വിശ്രമിക്കുന്നുണ്ട്, നമ്മളും പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്, ഇല്ലേ? പക്ഷെ അവര് നമ്മളുമായിട്ടുള്ള വ്യത്യാസമില്ലേ? മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം എന്താ? അതുമായിട്ട് നമുക്ക് വിവേക ബുദ്ധി ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് മനുഷ്യനായിട്ട് ജന്മം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അവര് പറഞ്ഞു, ഹംദോ ഹമാരേ ലിയേ ദോ ബസ് എന്ന് പറയുമ്പോൾ സനാതനികൾ അത് ഏറ്റവും ഇത് വേറെ ചില ആൾക്കാർ എന്തെടുത്തെന്ന് അറിയാവോ? അവര് ഹിന്ദി ചൊവ്വിനെ പഠിച്ചതുകൊണ്ട് അവര് പറഞ്ഞു, ഹംദോ ഹമാരേ ലിയേ ദോ ബസ്. അവര് 2 ബസ്സിൽ എത്ര സീറ്റ് ഉണ്ടെന്ന് അന്വേഷിച്ചു. അപ്പൊ ആ 2 ബസ്സിൽ 55 സീറ്റുണ്ട്, 55 110. ഒരു വീട്ടിൽ നിന്ന് ഒരു ഫുട്ബോൾ ടീമും ഒരു ക്രിക്കറ്റ് ടീമും എല്ലാം അവർ റെഡിയാക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ 10 കുടുംബത്തിൽ പോകണം. അപ്പോൾ അന്നദാനത്തിനും സമയമായി. ആത്മീയ പ്രഭാഷണം കൊണ്ട് നമ്മുടെ വയറിന് വിശപ്പൊന്നും പോകുകയില്ല. എന്നെങ്കിലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട്
ഇവിടെ ഈ ഭാഗവതാഞ്ജലിയുടെ ഭാഗമായിട്ടാണ് എത്താൻ സാധിച്ചതെങ്കിലും ആ ഭഗവാന്റെ മണ്ണിലിരുന്ന് ആ ഭഗവാനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാൻ, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന വാക്കുകൾ ഞാൻ ആ ഭഗവാന്റെ ചൈതന്യത്തിൽ എനിക്ക് ലഭിച്ചതാണ്. ഞാൻ ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും പാതാരബിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റായി പറഞ്ഞു എങ്കിൽ സദയം എന്നോട് ക്ഷമിക്കുകയും ചെയ്യണം. സമയം ഞാനിതിനു മുമ്പ് ഇവിടെ അടുത്ത് ഈഴമ്പക്കൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാർച്ച് മാസം ഞങ്ങൾ വന്ന് ഇതുകൊണ്ടൊരു പ്രഭാഷണം നടത്തി. അപ്പോൾ പറഞ്ഞ 1 മണിക്ക് അന്നദാനമാണ്. ഭാഗവദാനം അല്ല മുഖ്യം, അന്നദാനമാണ് മുഖ്യം. അതുകൊണ്ട് ആ ഭാഗവതമാകുന്ന ആ സമുദ്രത്തിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഒത്തിരി സമയമെടുക്കും, ഒത്തിരി കാര്യങ്ങളിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേ തൽക്ഷമസ്വ ശിവ ശിവ കരുണാർദേ ശ്രീ മഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രൈർവാ ബുദ്ധ്യാത്മനാ ഭാവഹൃദേ സ്വഭാവാത് കരോമ്യേദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സകല ലോകാ സുഖിനോ ഭവന്തു. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി.